ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് നമ്മുടെ ഗെയിം പ്ലേ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാമായിരിക്കും എൻ്റെ കയ്യിൽ ഏകദേശം 800 ഡയമണ്ട് ഉണ്ട്. ഞാൻ ഇപ്പം പുതിയതായിട്ട് വരുന്ന ക്യാരക്ടറും ബണ്ടിൽസും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു ഇമോട്ടാണ് ഇത്. ഇത് സൗണ്ട് എഫക്ട്സ് ഉണ്ട് ഗൈസ്. സൗണ്ട് എഫക്റ്റും ടീമേറ്റുമായിട്ട് ചെയ്യാം. പിന്നെ പുതിയ സ്കൈ ബോർഡാണ് ഗൈസ്. നമുക്ക് 4 പേർക്ക് പോകാൻ പറ്റുന്ന സ്കൈവിങ് ആണിത്. ലീഡറായിരിക്കും പുറകിരിക്കുന്നത്. അതെ, ഇപ്പം എൻ്റെ ബണ്ടിലുണ്ട് ഇട്ടേക്കുന്നത് പുറകിൽ പൈസ വരുന്ന എറിയുന്നത്. അത് ഈ വണ്ടിയുടെ ഓണറിനായിരിക്കും അവിടെ ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ ബാക്കി പ്ലേയേഴ്സിന് ഇവിടെ മറ്റേ ഫ്രണ്ട് ബോണറ്റിൽ ഇരിക്കുന്ന 4ാമത്തെ പേഴ്സൺ ഫസ്റ്റ് പുറകിൽ, 4ാമത്തെ ഫ്രണ്ടിൽ, പിന്നെ 3rd 4th ഡ്രൈവിങ്ങിലും പാസഞ്ചർ സീറ്റിലും ആയിരിക്കും. പിന്നെ നമ്മുടെ പുതിയ ബണ്ടിൽ ഗൈസ്. യെസ് ഗൈസ്, നമ്മുടെ പുതിയ ഗോൾഡൻ ബണ്ടിൽ വന്നു. ഇതെടുക്കണമെന്നുണ്ട്, ബട്ട് എനിക്ക് എടുക്കാൻ ഉള്ള ഡയമണ്ട് ഇല്ല. അതുകൊണ്ട് ഇത് നൈസ് ബണ്ടിലാണ്. ഇതിൻ്റെ കൂടെ ഇതും കിട്ടും ഗൈസ്, ഒരു കാർഡും കിട്ടും ബണ്ടിലിൻ്റെ തന്നെ. മറ്റേ ഇതിന് തന്നെ പറയുന്നതെന്ന് അറിയത്തില്ല, എന്തോ കാർഡ്, ബാറ്റിൽ കാർഡ് ഇത് തന്നെ. പിന്നെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്, ആനിമേഷൻ കാണാം. കേസ് നൈസ് സാധനം നമ്മുടെ ആനിമേഷൻ. പിന്നെ വീണ്ടും ഒരു ആനിമേഷൻ തന്നെയാണ്. വീണ്ടും ഒരു ആനിമേഷൻ. പിന്നെ ഒരു ഇമോട്ട്. ഇതിന് പാട്ട് മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ ഗിൽഡിനായിട്ട് ഇതുണ്ടോ, ഇതും ഒരു ഇമോട്ടാണ്. ഇതുണ്ടോ, ഗിൽഡിൻ്റെ പേര് വെച്ചുള്ള ഇമോട്ടാണിത്. ഇതിങ്ങനെ നിൽക്കും കേട്ടോ, ഇങ്ങനെ നിൽക്കും കുറേ നേരത്തിന്. പിന്നെ അടുത്തൊരു ഇമോട്ടാണ്. ഇമോട്ടാണ്. പിന്നെ ഒരു ഇമോട്ട്, ഇതാണ് നൈസ് ഇമോട്ട്. സൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഡൈസിൻ്റെ ആണ്. ഇപ്പം വിന്നായിരിക്കും, ഇല്ല ലൂസായിരിക്കും. കണ്ടോ, ഇത് വിന്നാണ്. ഒന്നേ വിന്നില്ല ലൂസ്. ഇത് നമ്മുടെ P90യുടെ പുതിയ ഇവോടെ എനിക്ക് തോന്നുന്ന ലാസ്റ്റത്തെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആനിമേഷനാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പോസ് ചെയ്യുന്നത് ഇതിങ്ങനെ നിൽക്കും ഗൈസ്, ഒത്തിരി നേരത്തിന് ഇതിങ്ങനെ നിൽക്കും. ഇതും ഒരു ഇമോട്ടാണ്. ഇതുണ്ടോ ഗൈസ്, ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ക്യാറ്ററാ നിൽക്കുക കണ്ടോ. പിന്നെ നമ്മളെ ഡുവോ ഇമോട്ട്. പിന്നെ അക്കൗണ്ട് എത്ര ദിവസമായി ക്രിയേറ്റ് ചെയ്തിട്ടെന്ന് ആ ഇമോട്ട്. ഇത്രയും ദിവസമായി എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. പിന്നെ വീണ്ടും ഒരു ഇമോട്ട്, കിക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ. ഓക്കെ, നമ്മളവിടെ പറയുന്നുണ്ട് കിക്ക് ഇറ്റ് അപ്പിൻ്റെ അല്ലേ. നൈസ് ഇമോട്ട്, ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു ഇമോട്ട്. ഇത് ക്രിമിനൽ, ഈ വരുന്ന ഇമോട്ട് എനിക്ക് തോന്നുന്നു ക്രിമിനൽ ബണ്ടിലിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിങ്ങനെ ഇരിക്കും ഗൈസ്. പിന്നെ ഒരു ബ്ലൂ വാളിൻ്റെ സ്കിൻ, നല്ല നൈസ് സ്കിന്നാണ് ഗൈസ്. അതും കണ്ടോ. പിന്നെ വേറൊരു ബ്ലൂ വാൾ സ്കിന്ന്.
ഇതെന്നതാണെന്ന് അറിയത്തില്ല. ഇത് 100 ലെവലിൻ്റെ അവതാറാന്ന് തോന്നുന്നു. പിന്നെ ഒരു സെറ്റ് ബണ്ടിൽ കേസ്. ഇതിൻ്റെ മാസ്ക് ആണ് നൈസ് സാധനം. ഇതുണ്ടോ, എൻ്റെ ഔട്ട്ഫിറ്റുമായിട്ട് നല്ല ചേർച്ചയുണ്ട്. നല്ല നൈസ് സാധനം. മാസ്ക് ഓൾഡ് മാൻ മാസ്ക് പോലെ തന്നെ, പക്ഷേ കണ്ണാടി ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഫുള്ള് കാണിച്ചില്ലല്ലോ. പിന്നെ ഷർട്ട്, പാൻറ്, ഷൂസ്, പിന്നെ നമ്മുടെ തൊപ്പി. പിന്നെ നമ്മുടെ ഒരു ഗേൾ ബണ്ടിലാണ്. അനിമേഷനൊക്കെ ഉണ്ട് പുറകിൽ. മാസ്ക് സീൻ നൈസ് കണ്ടില്ല ഗൈസ്, ഒന്നും പറയണ്ട. പിന്നെ നമ്മുടെ ആമിൻ്റെ ബണ്ടിൽ സെയിം ആനിമേഷൻ, നൈസ് കണ്ടില്ല. മറ്റേ ആനിമേഷൻ ഉണ്ടെന്ന് തോന്നുന്നു പുറകിൽ. ഓ, മാന്തുന്നതല്ല, വാ തുറക്കുന്നതിൻ്റെ, അത് നൈസ് ആനിമേഷൻ. മാസ്ക് സീൻ. ഓക്കെ, ഇത് നൈസ് ബണ്ടിലാണ്. പിന്നെ അതിൻ്റെ തന്നെ ആൺ ബണ്ടിൽ. അതിൻ്റെ തന്നെ ആണുങ്ങളുടെ ബണ്ടിൽ. ഇതിൻ്റെ ഷൂ നൈസാണ്, ആണുങ്ങളുടെ ബണ്ടിൽ. പിന്നെ ഇതുണ്ട്, TV കാണിക്കും. പിന്നെ നോ സിഗ്നൽ ബണ്ടിൽ എന്നാണ് ഇതിന് പറയുന്നത്. ചിലപ്പോൾ തെളിയും തോന്നുന്നു, കണ്ടോ, ഇങ്ങനെ തൊടുമ്പോൾ തെളിയും. അല്ല, അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. തന്നെ തെളിയും, ഇതുണ്ടോ. അതിൻ്റെ തന്നെ ആണുങ്ങളുടെ ബണ്ടിൽ. പുറകിലും ഉണ്ട് ഗേൾ ബണ്ടിൽ, പുറകിലുണ്ട്. ചെറുതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്രിമിനൽ ബണ്ടിൽ കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻ്റെ ബണ്ടിൽ. ക്രിമിനൽ ബണ്ടിൽ കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻ്റെയാണ്. ഇത് തന്നെ ഡൈനോ ബണ്ടിൽ പോലുണ്ട്, നൈസ് ആണ്. പിന്നെ നമുക്കൊരു കോസ്മിക് ഷോക്കിൻ്റെ ബണ്ടിലാണിത്, നൈസ് ആണ്, ഒന്നും പറയണ്ട. പിന്നെ ഒരു ഇമോട്ട്, ഛർദിക്കുന്ന ഇമോട്ട്. പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ നമ്മുടെ ഗ്ലൂ വാൾ സ്കിൻ, സ്ക്വിഡ് ഗെയിമിൻ്റെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിൻ്റെ ഗ്ലൂ വാൾ സ്കിൻ കിട്ടും. ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഗൈസ്. അത് ഞാൻ പിന്നെ കാണിക്കാം. നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഗാർഡിൻ്റെ അവതാറ്. പിന്നെ നമ്മുടെ 456 പ്ലെയറിൻ്റെ ബണ്ടിൽ ഗൈസ്, സ്ക്വിഡ് ഗെയിം ബണ്ടിൽ. പിന്നെ അതുപോലെ തന്നെ പെണ്ണിൻ്റെ ബണ്ടിൽ, മറ്റേ സ്ക്വിഡ് ഗെയിമിലെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിലെ പെണ്ണിൻ്റെ ബണ്ടിൽ. അതേപോലെ തന്നെ ഇത് ഗൈസ് മടുപ്പാട്ടോ, മറ്റേ മോന്ത ഇല്ലാത്ത. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മോന്ത, ഒരു ട്രയാങ്കിൾ സ്ക്വയർ സർക്കിളില്ലേ, അതെനിക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, ഏതെങ്കിലും അപ്ഡേഷൻ വഴി എന്തെങ്കിലും ചെയ്യാനായിട്ടോ. അപ്പോൾ പിന്നെ അല്ലാതെ അത് കിട്ടിയില്ല, ഇത് മടുപ്പായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മടുപ്പായിരിക്കും. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഇമോട്ട്സാണിത്, വിന്നിങ് ഗോൾ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടും ഇമോട്ട്. പിന്നെ പെഡൽ ഓൺ ദ മെറ്റൽ എന്ന് പറയുന്നൊരു ഇമോട്ട്. പിന്നെ ഡ്രൈവ് ബൈ എന്ന് പറയുന്നൊരു ഇമോട്ട് ഫ്രീ ആയിട്ടാണ് ഈ കാണിക്കുന്നത്, നല്ല ഫ്രീ ആയിട്ടാണ്. സൈഡ് വികള്, സ്ലാപ്പ് ആൻഡ് ട്വിസ്റ്റ്. പിന്നെ നമ്മുടെ പുതിയ വരാൻ പോകുന്ന ഗ്ലൂ വാള്. ഇതെന്നാന്ന് അറിയത്തില്ല. 8th ആനിവേഴ്സറിക്ക് എന്നായാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്ലൂ വാളുണ്ട് ഇത്. ഇതെല്ലാം കണ്ടുപിടിച്ചത് നമ്മുടെ ആൽഫിയാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി അവൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൽഫി ലൈവ് എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. പിന്നെ ഇതുകൊണ്ട് നമ്മുടെ പ്രൈം 4 ലെവലാണ്. നമ്മളെ പ്രിവിലേജസ് കാണാം. നമ്മളിപ്പോൾ 4ാമത്തെ ലെവലാണ്. ആദ്യം നമുക്ക് അവതാറും ബാനറും കിട്ടും ഫസ്റ്റ് ലെവല്. പിന്നെ ഗിഫ്റ്റ് കിട്ടും. ബട്ട് ഒരു പ്രശ്നമുണ്ട് ഗൈസ്, എനിക്കിത് കിട്ടി. ബട്ട് ഞാൻ എൻ്റെ ശരിക്കത്തെ ബർത്ത്ഡേ ആണ് കൊടുത്തത് 18-ാം തീയതി 6.
ശരിക്കത്തെയാണ്. അതുകൊണ്ട് എന്നാ ചെയ്യാനാ, പോയി. അത് കുറച്ച് ദിവസം ഈ മാസം എൻ്റെ ബർത്ത്ഡേ അതുകൊണ്ട് സീനില്ല. പിന്നെ നമ്മുടെ ബാനർ, അവതാർ, ഫസ്റ്റ് ലെവൽ, പിന്നെ നമ്മുടെ പ്രൈം സിമ്പിൾ ഇത്. പിന്നെ സെക്കൻഡ് നമ്മുടെ ഗിഫ്റ്റ്, എക്സ്റ്റെൻഡഡ് ബ്ലാക്ക് ലിസ്റ്റ്, പിന്നെ പ്രൈം 2 സിമ്പിൾ, പിന്നെ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് അത് ഞാൻ കാണിക്കാം. പിന്നെ എക്സ്ട്രാ ഔട്ട്ഫിറ്റ് സ്ലോട്ട് അതും ഞാൻ കാണിക്കാം, 2 എണ്ണം ഞാൻ കാണിക്കാം. പിന്നെ നമ്മുടെ ഇമോട്ട് ഇതും എൻ്റെ കയ്യിലുണ്ട്, ഇമോട്ടും കാണിക്കാം. പിന്നെ പുതിയ അവതാറും ബാനറും, പിന്നെ 100 ഫ്രണ്ട്സ് സ്ലോട്ട്, പിന്നെ ഇത്. എനിക്കിനി 5 വരെ കുറച്ചും കൂടെ ഉള്ളു. പക്ഷെ അത് ഡയമണ്ട് പൊട്ടിക്കണം. പിന്നെ ഞാൻ ഗ്ലൂവാളുടെ സ്കിന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇമോട്ട് അതെ ഇത് ഇതാണ് കേസ്. ഇമോട്ട് നമ്മുടെ പ്രൈമിൻ്റെ ഇമോട്ട്. പിന്നെ ഗ്ലൂവാളല്ലേ, ഇതേ ക്ലാസ് നമ്മുടെ ഗ്ലൂവാൾ സ്കിന്ന്, ലെവൽ 4 ഇൻ്റെ ഗ്ലൂവാൾ സ്കിന്ന്. പിന്നെ തേർഡ് സ്ലോട്ട് ഇത് കണ്ടോ, സാധാരണ 1, 2 മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ 3യും കൂടെ ഉണ്ട്. കണ്ടോ 3 ഞാൻ എന്താ ഓക്കെ. ഫിഫ്ത്ത് കളർ നമുക്ക് കളർ നെയിമാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇൻവൈറ്റ് ആണ്, ഒരുമാതിരി കളർ പിടിച്ച ഇൻവൈറ്റ്. പിന്നെ 5ൻ്റെ സിമ്പിൾ. ഇപ്പം മറ്റേ ഇമോട്ട് ഇടുമ്പോൾ എനിക്ക് 4 കാണിക്കുന്നത്, പിന്നെ ആ ഇമോട്ട് ഇടുമ്പോൾ 5 കാണിക്കും ഇത് കിട്ടുമ്പോൾ. അതെനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഉണ്ടോ നോട്ടെ. കളർ പേരുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് എൻ്റെ. ഇത് കണ്ടോ പ്രൈം സെബ്ര, അവൻ്റെ പേര് കണ്ടോ, കളറ് ഇങ്ങനല്ല, ഇങ്ങനെയാണോ, സൈഡിൽ നോക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. കണ്ടോ പ്രൈം, അതിൻ്റെ കളർ കണ്ടോ, അതുപോലെ അത് വരും. പിന്നെ അവൻ എനിക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഇത് കാണിക്കും. പിന്നെ നമുക്ക് 6ാമത്തെ ലെവലിൽ കിട്ടുന്ന പ്രൈം പ്രൊഫൈൽ ആനിമേഷൻ. ഒരു ആനിമേഷൻ കിട്ടും ഇങ്ങനെ തുറന്ന് വരുമ്പോൾ. ഇത് കണ്ടോ ഇങ്ങനെ ഒരു ആനിമേഷൻ കിട്ടും. പിന്നെ പ്രൈം പ്രൊഫൈൽ എന്നുവെച്ചാൽ ഒരു പുതിയ സ്ഥലമായിട്ടാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു വേറെ സ്ഥലമായിട്ട് ഇങ്ങനെ ഉണ്ടോ, പുറകൊക്കെ വേറെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നമ്മളെ പ്രൈം സിമ്പിൾ 6. പിന്നെ നമുക്ക് എയർലി ആക്സസ് ഉണ്ട്. ഏത് പുതിയതായിട്ട് വരുന്നത് നമുക്ക് 7 ആണെങ്കിൽ നമുക്ക് എയർലി ആക്സസ് കിട്ടും. പിന്നെ നമുക്ക് പ്രൈം സ്റ്റോർ എന്ന് വെച്ചാൽ റെയർ ആയിട്ട് വരുന്ന ബണ്ടിലോ ഫിസ്റ്റോ നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റും. അത് നൈസാട്ടോ പ്രൈം സ്റ്റോർ. ഇതുകൊണ്ട് ഇപ്പോൾ ഇവോ ബണ്ടിലൊക്കെ വരും 6000 ഡയമണ്ടിനൊക്കെ, അതുകൊണ്ട് അത് നൈസാണ്. പിന്നെ നമ്മുടെ ആനിമേഷനുള്ള ബാനർ, പിന്നെ പ്രൈം 7 ബാഡ്ജ്, പിന്നെ അവതാരം കിട്ടും ഗൈസ് 8 ആകുമ്പോൾ. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഷെയർ ചെയ്യാൻ പറ്റും ഗൈസ്. ഇപ്പോൾ ഒരു ന്യൂബൻ നമുക്ക് ഷെയർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് കൊടുക്കാൻ പറ്റും. പെർമനൻ്റ് ആയിട്ടല്ല ഗൈസ്. നമ്മളിപ്പോൾ ലെവൽ 8 എന്ന് വിചാരിച്ചാൽ അവന് നമ്മൾ ആ ഡ്രസ്സ് കൊടുത്തെന്ന് വിചാരിച്ചോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് പോകും. നമ്മൾ എത്രത്തോളം അവൻ്റെ ഗ്രൂപ്പിലുണ്ടോ അവനത് ഉപയോഗിക്കാം, കളിക്കാനും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറുമ്പം അവൻ്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ലെവൽ 8 എന്നും പറഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട് ലിസ്റ്റിലാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കാണിക്കും. എനിക്ക് ലെവൽ 8 ആയിട്ടുള്ള ആരും ഇല്ല, അതുകൊണ്ട് അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കളിയിലും കാണിക്കും, മറ്റേ ഇവിടെയും കാണിക്കും, അവിടെ ലോബിയിൽ നിൽക്കുമ്പോൾ കാണിക്കും, പിന്നെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലും കാണിക്കും. പിന്നെ നമ്മുടെ ലെവൽ 8 ബാഡ്ജാണ് ഗൈസ്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ബർത്ത്ഡേ ഗിഫ്റ്റാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ആനിവേഴ്സറിക്ക് ഒന്ന് ക്ലെയിം ചെയ്യാം, പിന്നെ ദിവാലിക്ക് ക്ലെയിം ചെയ്യാം, പിന്നെ വിൻ്റർലാൻഡ്സ് ഡിസംബറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതും ക്ലെയിം ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് പെട്ടിയുടെ കാര്യത്തിൽ തീരുമാനവും. പിന്നെ ഇനി എനിക്ക് 1, 2, 3, 4, 5 ദിവസവും കൂടെ എങ്ങാണ്ടുള്ളൂ. എന്ന് വെച്ചാൽ 1400 435 തോന്നുന്നു. എത്രയോ കൂട്ടിയിട്ട് 400 എത്തും എങ്ങനെ വന്നാലും. അല്ല 400 വരത്തില്ലല്ലോ, 300 300 വരുമായിരിക്കും. 300 കൂടുതലായിരിക്കും, അറിയില്ല. അത്രയും കിട്ടും. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ക്രിമിനൽ വരുമ്പം എന്തേലും എടുക്കണമെന്നാണ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് വന്നു ഗൈസ്. ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ വന്നു.
പിന്നെ നമ്മുടെ പുതിയൊരു ഷർട്ട് വന്നു. പിന്നെ ഒരു സെറ്റ് ആനിമേഷൻ വന്നിട്ടുണ്ട്. ബുള്ളറ്റ് മാസ്റ്റർ എന്നും പറഞ്ഞൊരു ആനിമേഷൻ. അത്രയ്ക്കും നല്ലതല്ല, എന്നാലും നൈസാണ്. പക്ഷേ ഞാൻ സ്പിൻ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് പുതിയതായിട്ട് ഇവോ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, എനിക്ക് 20 ഡയമണ്ടിന് എനിക്ക് M80 ഡിവോ അടിച്ച് ഗൈസ്. എനിക്ക് എന്നാ ലക്ക് കയറി അടിച്ചതാ. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ എൻ്റെ ഹൈലൈറ്റിൽ കിടപ്പുണ്ട്. എങ്ങനെ അടിച്ചതെന്നൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിൽ പോയി നോക്കുക. പിന്നെ അവിടെ ബൂയപ്പാസ് റിങ്, പിന്നെ ട്രോവൻ. ഒരു ട്രോവൻ വന്നിട്ടുണ്ട് ഗൈസ്. ട്രോവൻ്റെ നൈസ് സ്കിന്ന്. പിന്നെ നമ്മുടെ ഫാക്ടറിയാണ് നോക്കുന്നത്. ഫാക്ടറിയിലെ ട്രോവൻ്റെ സ്കിൻ, HH0ൻ്റെ സ്കിന്ന്, പിന്നെ റെഡിൻ്റെ HH0ൻ്റെ സ്കിന്ന്. ട്രോവൻ്റെ എനിക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എക്സ്പ്ലോഷൻ എഫക്റ്റ് ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ മറ്റേ ആ ഗ്രനേഡ് വിടുമ്പോൾ ഇങ്ങനത്തെ എഫക്റ്റാണ് വരുന്നത്. പിന്നെ അനൗൺസ്മെൻറ്റ് കണക്കാം. പിന്നെ ഇതറിയാതെ ഒരു ഇമോട്ട് ഗൺ പവർ എന്നും പറഞ്ഞാൽ മെഷീൻ ഗണ്ണിയും കൊണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വരുന്നതെന്ന് അറിയാം, KGF-ൻ്റെ അകത്തെ അവൻ വിടത്തില്ലേ ഇങ്ങനെ മറ്റേ മെഷീൻ ഗണ്ണുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ പൊട്ടിക്കത്തില്ലേ, ആ സീൻ എനിക്ക് ഓർമ്മ വരുന്നു. പിന്നെ എന്നാണ് ഞാൻ പറയുന്നത്, നമുക്ക് ലാബിൽ പോകാം. അല്ല ട്രെൻഡാണ് ഏതോ ഒരെണ്ണത്തെ സൂപ്പർ ബുക്കല്ലേ, ഇതല്ലല്ലോ ട്രെൻഡാണ്. അത് ഏതിൻ്റെ അകത്തായിരുന്നു? സെലക്ഷനകത്താണ്. ക്രിമിനലൊക്കെ വരുന്നത്. ക്രിമിനൽ സെലക്ഷനകത്തല്ലേ വരുന്നത്? ഇതിന് പ്രത്യേകതയൊക്കെ ഉണ്ട് ഗൈസ്. ഇലുമിനേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ തല ഇങ്ങനെ കിരീടം വരും. ഇപ്പം കണ്ടോണം, ഇലുമിനേറ്റ് ആകുമ്പോൾ തല കിരീടം വെക്കും. നോക്കാകുമ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു. കണ്ടോ, കിരീടം വെക്കും. ഓടുമ്പോൾ നമ്മുടെ കളറ് മാറും, ഗോൾഡിലേക്ക് മാറും. കണ്ടോ, ഗോൾഡ് ക്രിമിനലാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വൈറ്റ് ആവും. വൈറ്റ് ആവടാ. കണ്ടോ വൈറ്റ് ആയി. ഇതുപോലെ ഇങ്ങനെ കളറ് മാറും ഓടുമ്പോൾ. പിന്നെ ഇമോട്ട് എടുത്ത കാര്യമൊക്കെ ഇതെടുത്തു. പിന്നെ ഇതെടുത്തു. ഇമോട്ടൊന്നും ഇപ്പം ഇടാൻ പറ്റത്തില്ല, ബിക്കോസ് ഇപ്പം എല്ലാവർക്കും അത് പെർമനൻ്റ് അല്ല, ദിവസത്തേക്ക് അത് കൊടുക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ ചീപ്പാന്ന് അവന്മാരൊക്കെ വിചാരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വലുതായിട്ട് ഇടാറില്ല ഇമോട്ട്. അതുകൊണ്ട് ഇനി കുറച്ച് കറക്കിയാലും എന്തെങ്കിലും പാസ് കറക്കാം. നല്ല സ്കിന്നാണ്. ലാസ്റ്റ് ഒരു ബാറ്റിൻ്റെ സ്കിൻ കിട്ടും. സീനില്ല, എനിക്ക് നല്ല മേടിക്കാവുന്നു ഗൈസ്. ഇത് വീണ്ടും റിട്ടേൺ വന്നു ഗൈസ്. എനിക്ക് അത് കണ്ടിട്ടാണ് സങ്കടം. ഇതൊരു പഴയ സാധനമായിരുന്നു ഗൈസ്, ഒരു പഴയ താരം. ബട്ട് അത് റിട്ടേൺ വന്നു. എന്നാ ചെയ്യാനാ? അതെ, അയ്യോ, എല്ലാം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ പ്രിഫർ മൊത്തത്തോടെ മുടിയല്ലേ. ഓക്കെ, നമ്മളങ്ങനെ CS കളിക്കാം. അത് CS കളിച്ചിട്ടില്ലല്ലോ. സോളാറാ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു മാപ്പ് വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. അതൊന്ന് കളിക്കാം. അതിനും ഒന്ന് കറക്കി. പിന്നെ നമ്മുടെ ബൂയപ്പാസ് ഞാൻ കാണിച്ചില്ലല്ലോ. ഫ്രീ ആയിട്ട് ഇപ്രാവശ്യം ബൂയപ്പാസിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ എന്തേലും വരുന്നുണ്ടോ ഫ്രീ ആയിട്ട്? ഒരു അവതാർ വരുന്നുണ്ട്. പിന്നെ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഷർട്ട് കിട്ടും. പിന്നെ ഒരു നെയ്ഡിൻ്റെ സ്കിൻ. അത്രേ ഉള്ളൂ. ഇത് നൈസ് കണ്ടില്ല കേട്ടോ, പറയല്ലേ. പിന്നെ ഇതറിയാലോ. എനിക്കിതുണ്ടോ? ഇതിൻ്റെ അത് ഒരു ബൂയാപ്പാസ് എടുത്തിട്ടുണ്ടല്ലേ. ബൂയാപ്പാസ് എടുത്തിട്ടുണ്ടോ ഇതിന്?
ഇല്ല ഇല്ല ദൂരെ പാസ് എടുത്തിട്ടില്ല. ആ ചെയ്യല്ല നോ പ്രോബ്ലം കളിക്കാം. ഇപ്രാവശ്യം നമ്മൾ 2 CS കളിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ 20 മിനിറ്റ് പോയി. സോളാറേ അല്ല, അടുത്ത മാപ്പെങ്കിലും സോളാറേ ആയിരുന്നു. First doom. Sure. Yes. Double takedown. എടാ ഇങ്ങി വാ എടാ ഈ പൊട്ട നോക്കി ഇത് എങ്ങോട്ട് പോവാണ്? പോയി ചാവ്. അല്ല ഒന്നും നടക്കത്തില്ല. ഒരു നോക്കിട്ട് അവൾ ഏസ് കൊടുത്തു. നൈസ് ആണ്. പിടിക്കാൻ നാളെയാണ് ഉള്ള ന്യൂനമാരെ മൊത്തം എൻ്റെ ലോബി വരുന്നു. അവിടെ എത്ര ഡാം കൊടുത്തു? 700 ഡാം കൊടുത്തു. ഒറ്റ കില്ലില്ല. Resources here. I want it, thanks. എൻ്റെ നോക്കും പോയി. എടാ ഇല്ല കിട്ടി. ദൈവം കൊന്നു. താങ്ക്സ്. ആ നല്ല മണ്ടായി. നൈസ് കാണാം. ഒരുത്തം വരുന്നുണ്ടേ. പൊക്കടോ ബ്ലൂ ആളില്ലായിരിക്കും. ഇവിടെ 2 ഏസോ കൂടോ? എനിക്ക് അവൻ ആക്കറാണോ സംശയമില്ലാണ്ടില്ല. ഇനിയാണ് കളി. കണ്ടോണം. അല്ല പെട്ടിന് മാതിരി. ഈ കളി ഞാൻ പിടിക്കുന്ന കണ്ടോണം. എടോ അടിച്ചിട്ട് സീനില് അത്രേ ഉള്ളു. നൈസ് ആണ്. അവിടെ പുറകു
Enemy spotted. Double takedown. അത്രേ ഉള്ളു നൈസ്. എടാ അവൾക്കിനി അവിടെ കൂടോ. എടാ ഇപ്പം ഈ പൊട്ടന്മാർ എന്നെ ഈ കളി പിടിക്കാത്ത എൻ്റെ റാങ്കും പോവും. ഈ കളി ഞാൻ ജയിപ്പിക്കും, എങ്ങനെയും ഒക്കെ ജയിപ്പിക്കുന്നു. ഈ മൊണ്ണന്മാരൊരുമായി ഈ ജോയൊക്കെ എന്നെ കാണിച്ചിട്ടാണ് എട്ടന് പോയിട്ട്. ആണ്ടോ ഇതിൽ കൂടുതൽ എൻ്റെ ദിവസം ചീത്തയാവത്തില്ല. ആ കയറി ചെന്ന് യാവാനായിട്ട് പോയി. ഇപ്പോൾ ഞാൻ ലോങ് ആണല്ലോ, ലോങ് ആകുമ്പോൾ ഈ വഴി പോകും. First doom. കൂട്ട് കാണുമല്ലോ. ഒറ്റ ഒരുത്തിനുള്ളു. നോ പോയി പിടിക്കണം. Big enemy spotted. Enemy spotted. Enemy spotted. അത്ര നൈസ് കളി. പിടി ഇവിടെ പിടിക്കടാ. നോയെ പിടിക്കണേ. Triple takedown. അയ്യോ എനിക്ക് കിട്ടിയല്ല മതി. ഹെഡ് ഷോട്ട് പോയാലോ, ലോണിലും ഹെഡ് ഷോട്ട് പോയി. നോക്കാം. Free fight. ഓക്കെ നമുക്കൊരു പറ്റീര് പറ്റിക്കാം. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ അടി ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മതി, എൻ്റെ തല കാണത്തില്ല ഗൈസ്. അവൻ വരുന്നവരെ അങ്ങനെ ചെയ്യും. അങ്ങനെ നൈസ് കളിയായിരിക്കും. അവനെന്നെ അടിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒക്കെ ചെയ്യാം. ഗൈസ് കാണ്ടേ, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ അറിയാതെ ഇടിച്ചു വന്നു. പാവം ചെറുക്ക്. ഓക്കെ ചെയ്യാം, നമുക്കിനി കളിക്കാം. ഒരു കളി എങ്ങനെയോ പോയി. ഉണ്ടോ വിചാരിച്ചവരല്ല ഇറക്കെ മപ്പ് കളി. AW വെച്ച് ട്രോള് AW നോക്കുന്നില്ല. ഞാൻ ഇടിച്ചുമല്ലോ, ഇങ്ങനെ ഇടിക്കും. അതേ നടക്കത്തുള്ളൂ. AW കൊണ്ടൊക്കെ ഹെഡ് ഷോട്ട് അടിക്കണമെങ്കിൽ നമ്മളെ അടിയടാ നീ. പിന്നെ കണ്ടോ,
ഇറങ്ങി ഇറങ്ങി ഒന്ന് പിടിക്കത്തില്ല. ഇത് നൈസ് കേട്ടോ. നമുക്ക് സോണ് കളിക്കാം. നൈസായിരിക്കും. പാവം ചെറുത് ഫ്ലാഷ് അടിയടാ നീ. എടാ എടാ കൊന്നടാ. നൈസ് വരാം. കൊന്ന് അത്രക്കായോ? ആ വിട്ട് തരുമായിരിക്കും കളി. ആ ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതൊരു CS കൂടെ പോകണം. സമയം ഇപ്പം എത്ര 7:02 വേണ്ട കൂടുതലായി. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തരുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. 168ആയി. താങ്ക് യു ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ നിങ്ങൾ ആൽഫയുടെ ഇതിനകത്തും പോയി സബ് ചെയ്യുക. പിന്നെ താങ്ക്സ് ഗൈസ്. പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ ഗൈസ്.